ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും പറയുന്നതാണ്, എന്നാലും വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് വിചാരിക്കുക. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം എൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് വിചാരിക്കുക കേട്ടോ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണേ. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഇന്ന് ഒരു ഓഫർ ഇടുന്നുണ്ടേ. 399 റുപ്പീസിന് 5 ക്വസ്റ്റ്യൻസും ക്ലാരിറ്റി. ഓക്കെ, 5 ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പറ്റുന്നത്. 399 ആണ് പേയ്മെൻറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ റീഡിങ് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. എംബറർ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് എംബറർ ആകുമ്പോൾ ഇന്നൊരു കുറച്ച് സ്ട്രക്ചേർഡ് ആയിരിക്കും. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസമാണ് എംബറർ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇന്ന് കാര്യങ്ങളെല്ലാം ചിട്ടയായിട്ട് നടത്താൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ഈ എംബറർ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളിന്ന് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യാസമായിരിക്കും. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു റെസ്പെക്റ്റ്, അതായത് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഒരു സംസാര ശൈലി അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയൊക്കെ അവരിങ്ങനെ നിരീക്ഷിക്കും. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആളുകൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇന്ന് വളരെ സ്റ്റെബിലിറ്റി ഉള്ളൊരു ദിവസമായിരിക്കും. അതായത് ഒരു റൂളർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇന്നേ ദിവസം വളരെ സ്റ്റേബിൾ ആയിരിക്കും, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. അതുപോലെ നിങ്ങൾ എല്ലാ രീതിയിലും സ്റ്റെബിലിറ്റി ഉള്ളൊരു ആളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അതോറിറ്റി മറ്റുള്ളവർക്ക് കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റുള്ളവർ അവരുടെ അതോറിറ്റി നിങ്ങളിൽ പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഈ എംബറർ എന്ന് പറയുമ്പോഴേ കേസ്, കോടതി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് അങ്ങനെയുള്ള കേസ് അതോറിറ്റിയുടെ മുമ്പിലേക്ക് നിങ്ങൾ എത്തിപ്പെടേണ്ട, അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഓഫീസുകളിൽ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതുപോലെ ഈ പറഞ്ഞ കോടതി, കേസ്, പോലീസ് അങ്ങനെയുള്ള യൂണിഫോം ജോബ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ സമ്പർക്കപ്പെടാനും സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഇന്ന് യൂണിവേഴ്സലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടൽ, അതായത് രക്ഷപ്പെടുക മീൻസ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനിലാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ചില സംഭവങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നാരോ എസ്കേപ്പ് എന്നൊക്കെ പറയത്തില്ല, നമുക്ക് ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും, നമുക്ക് തന്നെ മനസ്സിലാവും അങ്ങോട്ട് പോയി പ്രശ്നമാവും, അതുകൊണ്ട് ഈ വഴി പോകാം. അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മളെ യൂണിവേഴ്സ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇൻസ്റ്റൻസസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോബിൽ പ്രൊമോഷനൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് ജോബ് ഒരു പ്രൊമോഷൻ പോലുള്ള എന്തെങ്കിലും ഒരു കാര്യം, സാലറി ഹൈക്ക് ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കും, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കൺട്രോള്, ഒരു ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിലുള്ളൊരു കൺട്രോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈഗോ കാണിച്ചിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്നേ ദിവസം സംഭവിക്കാൻ മീൻസ് അച്ഛനെ വിളിക്കുക. അപ്പം ദൂരെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അച്ഛനെ വിളിക്കുക, അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുക, അച്ഛൻ വിളിച്ച് കുറേ നേരം സംസാരിക്കുക, അച്ഛനോട് കാര്യങ്ങൾ തിരക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ അച്ഛനുമായിട്ടുള്ളൊരു കോൺവെർസേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർഡ് എംബറർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണം കിട്ടും, അതുപോലെ തന്നെ പണം ചിലവാകുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പണം ധാരാളമായിട്ട് വരും. അപ്പോൾ നമ്മൾ ചിലവഴിക്കുമ്പോൾ അത് ഒരു കോംപ്രമൈസ്ഡ്, ബാലൻസ്ഡ് ആയിരിക്കണമെന്നാണ് കാണുന്നത്. അതുപോലെ നമ്മൾ ചിലവാക്കുന്ന പൈസ ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്ന് കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് കാണുന്നുണ്ട്. അതുപോലെ
മറ്റൊരു കാര്യം, അർഹതയുള്ള ആളുകൾക്ക് നമ്മൾ കുറച്ച് പണം ജനറസ് ആയിട്ട് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വിനിയോഗിക്കണം, മറ്റുള്ളവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണം എന്നും കൂടെ ഈ 6 ഓഫ് പെൻറ്റക്കിൾ എന്നൊരു കാർഡ് പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ സ്നേഹവും പരിഗണനയൊക്കെ കൊടുക്കുന്നത് ശരിയായ ആളുകൾക്കാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ അർഹതയില്ലാത്ത ആളുകളിലേക്ക് സ്നേഹവും പരിഗണനയും കൊടുക്കുമ്പോൾ അർഹതയുള്ള ആളുകൾ ഇപ്പുറത്ത് വേറെ നിൽപ്പുണ്ടാകും, നമ്മുടെ ഫാമിലി ആയിരിക്കും, അവർ സഫർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇന്നൊന്ന് ആലോചിക്കണം, ഞാൻ ശരിക്കും എൻ്റെ വീടിന്, എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് ശരിയായ പരിഗണന കൊടുക്കുന്നുണ്ടോ, അതോ ഞാൻ എൻ്റെ സമയവും എൻ്റെ സന്തോഷവും എൻ്റെ എല്ലാം, എൻ്റെ കരുതലും പരിഗണനയെല്ലാം ഞാൻ മറ്റാർക്കെങ്കിലും ആണോ കൊടുക്കുന്നത്? അത് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കാം, ചിലപ്പോൾ മൊബൈൽ ഫോൺ പോലും ആയിരിക്കാം. നമ്മൾ കൂടുതൽ സമയം അതിലാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ആളുകളോട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള സമയമാണ് അവിടെ പോകുന്നത്. അപ്പോൾ അർഹതയുള്ള ആളുകളിലേക്കല്ല നമ്മുടെ കരുതലും പരിഗണനയൊന്നും പോകുന്നത്. അപ്പോൾ അതൊന്ന് പുനർവിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്ന് പണം ധാരാളമായിട്ട് വരും, അത് കൃത്യമായി വിനിയോഗിക്കുക. പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം പൈസ ചിലവാക്കുക, എടുത്ത് ചാടിയൊരു തീരുമാനം എടുക്കരുത്. ഓക്കെ. പിന്നെ ചിലവാക്കുന്ന പൈസ കൃത്യമായ ഇടങ്ങളിലാണോ, പരിഗണന അർഹിക്കുന്ന ആളുകളിലാണോ ചെല്ലുന്നതെന്ന് ആലോചിക്കുക. മറ്റുള്ളവർക്കും കൂടെ സഹായം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയൊക്കെ അർഹതപ്പെട്ട ആളുകളിലാണോ ചെല്ലുന്നതിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ നിരീക്ഷിക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് 8 ഓഫ് കപ്സ് ആണ്. നമ്മൾ ഈ 6 ഓഫ് പെൻറ്റക്കിൾ 8 ഓഫ് കപ്സോട് ഒരുമിച്ച് വരുമ്പോഴേ നമ്മൾ അർഹതയില്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ, ഇപ്പോൾ പാത്രം അറിഞ്ഞ് വേണം ഭിക്ഷ കൊടുക്കാനെന്ന് പറയും, അങ്ങനല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം അവരിങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടായിരിക്കത്തില്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. നമുക്ക് അവരോടുള്ള ഒരു പ്രത്യേക പരിഗണന കൊണ്ടായിരിക്കും നമ്മൾ മിക്കവാറും ചില ആളുകളോട് പരിഗണന കാണിക്കുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ ആ പരിഗണന അവരർഹിക്കുന്നില്ല എങ്കിൽ അവർ അത് മേടിച്ചിട്ട് ഇവർ തരുന്നു ഞാൻ മേടിക്കുന്നു എന്നുള്ള രീതി അവർക്ക് കാണുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തിരിച്ച് നിങ്ങളോടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അത്തരം ആളുകൾ തിരിച്ച് അവഗണിക്കും. കാരണം അവർക്ക് അവഗണിക്കാൻ പ്രയാസമില്ല, കാരണം അവർക്ക് നിങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, നിങ്ങൾക്കാണ് അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. അപ്പോൾ അത്തരം ആളുകൾ നിങ്ങളിനി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. ചില ആളുകളുടെ അവഗണന വല്ലാതെ വേദനിപ്പിക്കുമെന്നാണ് കാണുന്നത്. ഇത് 8 ഓഫ് കപ്പ് അതാണ്. ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ആളുകളിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കല്ല. അപ്പം നിങ്ങളാണ് അങ്ങോട്ട് പരിഗണന കൊടുത്തത്, അവരാവശ്യപ്പെട്ടിട്ടല്ല. ഓക്കെ, നിങ്ങൾക്കുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതാണ്, അവർ ചോദിച്ചിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അവരർഹിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് കയറി കൊടുക്കുന്നതാണ്, അതതിൻ്റെ ആവശ്യം ഇല്ല. ഇത് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ചില ആളുകളോട് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് കാണിക്കാനും സാധ്യതയുണ്ട്, നിങ്ങൾ കാണിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ആളുകളോട് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് തോന്നിയേ നിങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു ആളിലേക്ക് പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നീങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആളുകളോട് വളരെ ഒരു പെട്ടെന്ന് ആളുകളെ മടുക്കുക, പെട്ടെന്ന് ആളുകളെ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഈ 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. എല്ലാവരോടും ഒരു മടുപ്പ് തോന്നുക, ഇതിലൊന്നും വലിയ കാര്യമില്ല, ബന്ധങ്ങളിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകളിൽ നിന്ന് ഒരു അകലം പാലിക്കുന്ന ഒരു എനർജിയാണ് 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ ധാരാളം പണം വരും എന്നുള്ളതാണ്. ധാരാളം പണം വരും. അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട് ധാരാളമായിട്ട് പണം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രൗണ്ടഡ് ആയിരിക്കുക, പണത്തിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുക. പണം നമ്മളിലേക്ക് വരുന്നത് ഒരു നെഗറ്റീവായ കാര്യമല്ല. പണം നമ്മളിലേക്ക് വരുന്നത് നമ്മൾ അർഹരായതുകൊണ്ട് തന്നെയാണ് പണം വരുന്നത്. അപ്പോൾ അതിനെ ബഹുമാനിക്കുക, വരുന്ന ഓരോ പണത്തിനോടും നമ്മൾ നന്ദി പറയുക. ആ പണത്തിന് ചിലവഴിക്കുമ്പോഴും നമ്മളിലേക്ക് വന്നതിനും നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ സാധിച്ചതിനൊക്കെ നന്ദി പറഞ്ഞ പണത്തിനെ പറഞ്ഞയക്കുക. ഇനി പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മണി ഹോപ്പനൊപ്പനോ ചൊല്ലാൻ മറക്കരുത്. ഓക്കെ. പിന്നെ ഗ്രൗണ്ടഡ് ആയിരിക്കുക. നമ്മൾ എത്രത്തോളം നമ്മളിൽ അറിവും ആശയവും പണവും ഉണ്ടോ അത്രത്തോളം നമ്മൾ വിനയാന്വിതരായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് പറയുന്നത്, ഈ മാങ്ങ നിറയെ ഉള്ള കമ്പ് താന്ന് താഴെ മുട്ടി നിൽക്കുമെന്ന് പറയത്തില്ലേ, അതാണ് പറയുന്നത്. വിനയത്തോടു കൂടി നിൽക്കുക. എത്രത്തോളം നമുക്ക് അറിവും സമ്പാദ്യവും ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡ്, നിങ്ങൾ കുറേ സ്ട്രോങ് ആവേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ചില സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ ബോൾഡായിട്ട് വളരെ ക്ലവറായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണമെന്ന്
കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ചിന്തയിൽ നമ്മളൊരു കാര്യം ചെയ്തു എന്ന് വിചാരിക്കാം, പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് മണ്ടത്തരായി പോയി എന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ്, അതായത് ഇമോഷണലി നിങ്ങളെ ടാക്കിൾ ചെയ്യാത്ത വളരെ ബോൾഡായിട്ടുള്ളൊരു ക്ലവർ മൈൻഡ് ഉണ്ടാക്കിയെടുക്കണം. ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കണം. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം. അപ്പോൾ എന്ത് സാഹചര്യം വന്നാലും അതിനെ പക്വതയോടുകൂടി പെരുമാറി പക്വതയോടുകൂടി അതിനെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ ആ പാഷൻ എന്താണോ അതിനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം കറേജ്, ധൈര്യം ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ധൈര്യം വേണ്ടുന്ന ഒരു ദിവസമാണ്. ആ ധൈര്യം നിങ്ങളിന്ന് കാണിക്കണം. ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചില തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചായിരിക്കും. ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവും. നിങ്ങൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ ചില നമ്മുടെ ഒരു സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളോട് ഭയങ്കര ദേഷ്യത്തിൽ വഴക്കുണ്ടാക്കാൻ വരുന്ന ആളുകളൊക്കെ ഇല്ലേ, ആ ആളുകളോട് അതായത് നമ്മളെ അറിയത്ത് പോലും ഇല്ലായിരിക്കും, പക്ഷേ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമ്മളെടുത്ത് ആക്രോശിച്ചുകൊണ്ടൊക്കെ വരുന്ന ആളുകളില്ലേ, അവരോട് നമ്മൾ തിരിച്ച് ദേഷ്യപ്പെട്ടാൽ ആ ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് വലിയ വഴക്കിലേക്കേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് ഉപയോഗിച്ച്, സോഫ്റ്റ് സ്കില്ലുകൾ ഉപയോഗിച്ച് അവർ ദേഷ്യപ്പെടാൻ വരുമ്പോൾ നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ അവരോട് പോട്ടെ ഏട്ടാ സാരമില്ല എന്നൊന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ വഴക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ഇന്നർ സ്ട്രെങ്തോടുകൂടി, അതായത് അവർ പഠിച്ചിട്ടുള്ള അതാണ്, അതുകൊണ്ട് അവരങ്ങനെ കാണിക്കുന്നു, നമ്മളത് കാണിക്കേണ്ട കാര്യമില്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലാതായിപ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെന്തോ കാണിച്ചോട്ടെ, നമ്മൾ അതുപോലെ പ്രവർത്തിക്കാൻ പോകണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങളിന്ന് കാണിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. ദെൻ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എഫേർട്ട് ഇട്ടു, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു, അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എനർജിയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അത് കാത്തിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പണം, കാത്തിരിക്കുന്ന ഒരു പണം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ എഫേർട്ട് എന്ത് തന്നെയായാലും, അതിപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ്, അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പണം, ആ പണം അതിന് നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, കാരണം അത് നിങ്ങളുടെ പണം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ഇത് ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അതായത് ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അതായത് ലോങ് ടേമിലേക്ക്, പിന്നെ എപ്പോഴോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വളരെ പതുക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത്. എന്നാലും അത്തരത്തിലുള്ളൊരു ലോങ് ടേം വ്യൂവിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ സാധ്യതയുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ എന്നാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുക, ഒരുപാട് വർക്ക് ചെയ്യുക. എന്തിനാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കതിലൊരു വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്കിന് എപ്പോഴും ഇറ്റ് വിൽ ബി പേ ഓഫ് എന്ന് പറയത്തില്ലേ, ഹാർഡ് വർക്ക് വിൽ ബി പേ ഓഫ്. അത് ഒരിക്കലും നമ്മുടെ കഷ്ടപ്പാട് വെറുതെ അല്ല, എല്ലാ കഷ്ടപ്പാടിനും തീർച്ചയായിട്ടും ഒരു പ്രതിഫലം ഉണ്ടാവും. അത്തരത്തിലുള്ള ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുക, അതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാവും. നിങ്ങൾ എന്താണോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഇന്ന് വന്നു കിട്ടുമെന്നാണ് പറയുന്നത്. ദെൻ ജസ്റ്റിസ് ആണ്. ഇന്ന് നിങ്ങൾക്ക് നീതി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ എംപററിൻ്റെ കാർഡും ഉണ്ട്, ജസ്റ്റിസിൻ്റെ കാർഡും ഉണ്ട്. രണ്ട് മേജർ അർക്കാന കാർഡ്സ് ആണ്. സ്ട്രെങ്ത് മേജർ അർക്കാന കാർഡാണ്. അപ്പോൾ കുറേ അധികം സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളാണ്, കുറേ അധികം ആളുകൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളിൽ കുറേ ആളുകൾ വളരെയധികം സ്പിരിച്വൽ വേയിലോട്ട് പോകുന്നു, നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു ഗ്രോത്ത് നിങ്ങളിലുണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ 7 ഓഫ് പെൻറ്റക്കിൾ പോലും ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെയും കൂടെ കാർഡാണ്. അത് നമ്മൾ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളവരെ വിട്ടയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആളുകൾ ഈ ജന്മത്തിൽ വന്ന് നമ്മളോട് എന്തോ ഒരു കാര്യം ചെയ്തിട്ട് പോയിട്ട് അവരെന്നേക്കുമായിട്ട് പോകുന്നവരല്ല, അവരുമായിട്ട് മുൻജന്മങ്ങളിൽ ബന്ധമുണ്ട്, ഇനിയും വരുന്ന ഒരുപാട് ജന്മങ്ങളിൽ നമുക്ക് ബന്ധമുള്ളവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ആളുകളെ നമ്മൾ വിട്ടയക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നേ ദിവസം കാത്തിരിക്കുന്നു എന്നാണ്. അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, അവരെ ഭയങ്കരമായിട്ട് ഓർമ്മകൾ വന്നിട്ട് അവരുടെ ഓർമ്മകൾ വന്നിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അവരെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയും കൂടാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റിസിൻ്റെ കാർഡ് ഈ ആളുകളായാലും പണമായാലും നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. അവിടെ ഒരു നീതി നിർവഹണം നടപ്പിലാവുന്നു എന്നാണ്, നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാത്തിരുന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡായിട്ട് വേണം നിങ്ങൾ കണക്കാക്കാൻ. അതൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
ഓക്കെ, ജസ്റ്റിസ് ഇത്രയും നാൾ ഡിനൈഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ഇന്ന് സെർവ് ചെയ്യപ്പെടുന്നതാണ് കേട്ടോ. ജസ്റ്റിസ് സെർവ്ഡ് അല്ലെങ്കിൽ ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയത്തില്ല, ഇത്രയും നാൾ നിങ്ങൾക്ക് ഡിനൈഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ഇന്ന് നിങ്ങൾക്ക് സെർവ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു കാർമിക് സിറ്റുവേഷൻ എന്തായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 9 ഓഫ് സോഡ്, രാത്രിയിൽ ഉറക്കം ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കത്തില്ല. മേ ബി നിങ്ങൾ പല കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ ഇനി ഇതിന്ന് പറ്റുമോ, സംഭവിക്കുമോ, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾ ഇന്നലെ രാത്രിയിൽ ഉറങ്ങാതിരുന്നതാവാം. അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ പെയിനൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചുണർന്നിരുന്നിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ മൂലമായിരിക്കും, ജലദോഷമോ പനിയോ വയറുവേദനയോ തലവേദനയോ കഴുത്ത് വേദനയോ അങ്ങനെയുള്ള എവിടെയെങ്കിലും വേദന കൊണ്ട് രാത്രി കിടക്കാൻ പറ്റാതെ എഴുന്നേറ്റിരുന്ന് നേരം വെളുപ്പിച്ചവരുണ്ടാകാം. ഇനി അല്ലെങ്കിൽ ചൂട് കൊണ്ടായിരിക്കാം, രാത്രിയിൽ ഭയങ്കരമായ ചൂട് കൊണ്ടായിരിക്കാം. അതും നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് റിലീഫാണ്. നമുക്ക് ഉള്ളിൽ ഉള്ള ചൂടിനെ പുറത്ത് കളയാൻ പറ്റുന്നില്ല, പുറത്തുള്ള ചൂടും പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഉറങ്ങാൻ പറ്റാതെ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഉറങ്ങാത്തതിൻ്റെ മൂഡ് സ്വിങ്സിലായിരിക്കും ചിലപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ഉണർന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉറക്കമില്ലായ്മ, മെൻ്റൽ പ്രഷർ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഉറക്കമില്ലായ്മ ഉണ്ടായിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഉറങ്ങാതിരുന്ന കുറേ ആളുകളുടെ ഒരു എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഉറക്കം തൂങ്ങിയ ദിവസം പോലെ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് ടയേർഡായിരിക്കും, പെട്ടെന്ന് മടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരിക, ഉറക്കം തൂങ്ങിയിരിക്കുക, ഒരു എനർജിയാണ് കേട്ടോ. ദെൻ 2 ഓഫ് കപ്സ്, നിങ്ങൾ എന്ത് എഫേർട്ട് ഇടുന്നോ അതിന് തുല്യമായ പരിഗണന ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ പാർട്ട്ണർഷിപ്പിൻ്റെ ബെറ്റർമെൻറ്റ്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഇന്ന് ഉണ്ടാവും. പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ദിവസമാണ്, അത് തുടങ്ങാനൊക്കെ പറ്റിയൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇതൊരു യൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഇങ്ങനൊരു ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആവുന്നുണ്ടായിരിക്കും. മേ ബി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഒരാളായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു യൂണിയൻ്റെയും കൂടെ കാർഡാണ്, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. ഇതൊരു യൂണിയൻ്റെ കാർഡാണ് കേട്ടോ. യൂണിയന് യൂണിഫൈഡ് ലവ് അല്ലെങ്കിൽ റീയൂണിയൻ എന്നൊക്കെ പറയുന്നതാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് മിണ്ടാതൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇന്നത് കോംപ്രമൈസ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ, ഇവളെ കാണാൻ അത്ര ഭംഗിയുണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ ഇവനെ കാണാൻ കൊള്ളാല്ലേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അട്രാക്ഷൻ. ചിലപ്പോൾ പണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്, പിന്നെ ഒരുപാട് നാളുകൾ ശേഷം ഇന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, എന്ന് എന്നെ കാണാൻ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഇന്നായിരിക്കും. നിങ്ങളെ കാണുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയാം എന്ന് നിന്നെ കാണാൻ കൊള്ളാട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പരിഗണന കിട്ടി എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ മാര്യേജ്, ചിലപ്പോൾ ചിലരുടെ കല്യാണം നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് പ്രൊപ്പോസൽസ് വരുന്നതായിരിക്കാം, ചിലരെ ആരെങ്കിലും പ്രൊപ്പോസ് ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഒരു കണക്ഷൻ ഇല്ലാതിരുന്ന ആളുകൾ, പരസ്പരം അറിയാം മിണ്ടുന്നുണ്ട്, പക്ഷേ ഇവർ തമ്മിൽ കണക്ഷൻ ഇല്ലാതിരുന്ന ആളുകൾക്ക് ഇന്നേ ദിവസം എന്തോ ഒരു അട്രാക്ഷൻ, ഒരു വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അതൊക്കെ ഈ 2 ഓഫ് കപ്പ് വരുമ്പോഴാണ്. ഓക്കെ, മോസ്റ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഒരു സോൾമേറ്റ് എൻട്രി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട്. 2 ഓഫ് സോഡാണ്. അധികം ആരോടും ഓവർ അറ്റാച്ച്ഡ് ആവാൻ പോകാതിരിക്കുക. ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മളായിട്ട് നിൽക്കുക, ഓവർ അറ്റാച്ച്മെൻറ്റിന് പോകരുത്. ഒന്നും അധികമാവരുത്, എന്തും ആയിക്കോട്ടെ അത് അധികമാവരുത്, അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഒന്നും അധികമാവണ്ട, എല്ലാം മിതമായ രീതിയിൽ മാത്രം മതി. ആ രീതിയിൽ ഒരു കൺട്രോളിൽ, ഒരു ബാലൻസിൽ പോകണം എന്നുള്ളതാണ് ഈ 2 ഓഫ് സോഡ് പറയുന്നത്. ഒരു കൂട്ടുകെട്ടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും ആരുമായിട്ടുള്ള അടുപ്പം അധികം തിക്കായിട്ട് പോകേണ്ട ആവശ്യം ഇല്ല. പിന്നെ ചില മനുഷ്യർ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് ഞാൻ തീരുമാനം എടുത്താൽ തെറ്റിപ്പോകുമെന്ന് പേടിച്ച് നിൽക്കുന്ന ആളുകൾ. കാരണം ബോട്ടം വന്നിരിക്കുന്ന 9 ഓഫ് വാണ്ടാണ്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്താൽ തെറ്റിപ്പോകുമെന്ന് പേടിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. കാരണം മുൻപ് ഇവർക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള മറ്റുള്ള ആളുകളുടെ ഇടയിൽ നിന്നുള്ള ഭീഷണിയോ, മറ്റുള്ള ആളുകൾക്കിടയിൽ നിന്ന് വളരെ മോശം അനുഭവമോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് പിന്നിൽ നിന്ന് കുത്തുക, നിങ്ങൾക്കെതിരെ കോൺസ്പിറസി നടത്തുക, ഗൂഢാലോചന നടത്തുക, നിങ്ങളെക്കുറിച്ച് ഗോസിപ്പിംഗ് പറയുക, അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് വീണ്ടും പോകണോ, ആ ജോലിയിൽ തുടരണോ, അല്ലെങ്കിൽ അവരുമായിട്ട് വീണ്ടും സംസാരിക്കണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. വീണ്ടും അവരോട് സംസാരിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്കൊരു പേടി തോന്നും, വീണ്ടും ഞാൻ അതിലേക്ക് പോകണോ എന്നുള്ളൊരു
പേടി തോന്നും, അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സോളിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അതിന് തീരുമാനം എടുക്കണം. അതായത് നിങ്ങൾ ആലോചിക്കുക, മുൻപ് ഈ ആളുകളോട് നിങ്ങൾ ചേർന്ന് നിന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മാക്സിമം അകലം പാലിച്ച് നിൽക്കുക. സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക, അല്ലാത്ത സമയങ്ങളിൽ വിട്ടുകളയുക. ആ ആളുകളുമായിട്ട് വലിയ ഇൻഡെപ്ത് റിലേഷൻഷിപ്പിന് പോകേണ്ട ആവശ്യം ഇല്ല. അത്തരത്തിലുള്ള ആളുകളെ അകന്നും തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ആളുകൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം ഒന്ന് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട. 399 ആണ് ഓഫർ, 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.